നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി 3 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും കെ മുരളീധരന്റെ എൻട്രി കൊണ്ടും ശ്രദ്ധ നേടിയ തൃശൂരും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ എൻട്രിയോടെ ശ്രദ്ധ നേടിയ തിരുവനന്തപുരവും വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലവുമാണ് BJP പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഇടങ്ങൾ. പാലക്കാടും കാസർഗോഡും BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. മോദിയുടെ ഗ്യാരണ്ടി മുദ്രാവാക്യമാക്കി കളത്തിലിറങ്ങിയ BJP സ്ഥാനാർത്ഥികൾക്ക് ഊർജ്ജം പകരുന്ന സർവേ ഫലമാണ് പുറത്തുവന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് News 18 വർക്കിന്റെ മെഗാ ഒപ്പീനിയൻ പോൾ ഫലമാണ് പ്രവചിക്കുന്നത്. NDA മുന്നണി 2 സീറ്റ് നേടുമെന്നാണ് സർവേ ഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ UDF ഇത്തവണ 14 സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി നൽകുന്ന റിസൾട്ടാണ്. LDF 4 സീറ്റിൽ ജയിക്കുമെന്നും അഭിപ്രായ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 20 സീറ്റിൽ 1 സീറ്റിൽ മാത്രമായിരുന്നു LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. കേരളത്തിൽ NDAക്ക് 18% വോട്ടുകൾ ലഭിക്കുമെന്ന് സർവേ ഫലത്തിൽ പറയുന്നുണ്ട്. UDF 47% വോട്ടുകൾ നേടുമ്പോൾ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ LDF 35% വോട്ടുകളിൽ ഒതുങ്ങുമെന്നും ഫലം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ 21 പ്രധാന സംസ്ഥാനങ്ങളിലെ 518 സീറ്റുകളിലെ സർവേ ഫലമാണ് 2 ദിവസങ്ങളിലായി News 18 പുറത്തുവിട്ടിരുന്നത്. രാജ്യത്ത് 1,18,616 പേരിൽ നടത്തിയ സർവേ ആധാരമാക്കിയാണ് ഫലം പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് News 18 അവകാശപ്പെടുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഏതെല്ലാം മണ്ഡലത്തിലാകുമെന്ന് സംബന്ധിച്ച് വിവരമില്ല. അതേസമയം News 18 സർവേയിൽ ഉത്തർപ്രദേശിലെ ഫലവും പുറത്തു വന്നിട്ടുണ്ട്. 80 ലോക്സഭാ മണ്ഡലങ്ങളാണ് UPയിലുള്ളത്. അതുകൊണ്ട് തന്നെ UP പിടിക്കുന്നവർ രാജ്യം ഭരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മെഗാ ഒപ്പീനിയൻ പോൾ പ്രകാരം 80 സീറ്റുകളിൽ 77 നേടി BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വിജയക്കൊടി പാറിക്കുമെന്നാണ് പ്രവചനം. രാജ്യത്തെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തി നരേന്ദ്രമോദി ആണെന്നും സർവേയിൽ പറയുന്നുണ്ട്. 21 സംസ്ഥാനങ്ങളിലെ 518 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. 3ാം തവണയും മോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 59% പേരും രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ നേതാവായി കണക്കാക്കുന്നത് നരേന്ദ്രമോദിയെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.